എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് 1790-നും 1800-നും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ്. ആ കാലത്ത് നമ്മുടെ ശാസ്ത്രം നേടിയ പുരോഗതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യം പറയുന്നത് ഫിസിക്സിനെ കുറിച്ചാണ്. ആ ഫിസിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അലസാൻഡ്രോ വോൾട്ട എന്ന ഒരു പേരാണ്. അലസാൻഡ്രോ വോൾട്ടയെക്കുറിച്ച് നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ പറയുന്ന ഒരു പേരാണ് അലസാൻഡ്രോ വോൾട്ടയുടെ പേര്. വോൾട്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വോൾട്ട് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹമാണ് ആദ്യത്തെ ഇലക്ട്രിക് ബാറ്ററി നിർമ്മിച്ചത്. ഇലക്ട്രിസിറ്റിയെ അല്ലെങ്കിൽ വൈദ്യുതിയെ ആവശ്യത്തിന് അനുസരിച്ച് സൂക്ഷിച്ചു വെക്കാനും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിൽ അദ്ദേഹം ഉപയോഗിച്ചത് കോപ്പർ സിങ്കൊക്കെയാണ്. പിന്നെ ഇലക്ട്രോലൈറ്റായിട്ട് അവർ ഉപയോഗിച്ചത് ആസിഡിൽ സോക്ക് ചെയ്ത തുണികളൊക്കെയാണ്. കണ്ടിന്യൂസ് ഇലക്ട്രിക് കറൻറ്റ് ബൈ കെമിക്കൽ റിയാക്ഷൻ, അങ്ങനെയാണ്. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിക് കറൻറ്റ് തുടർച്ചയായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വൈദ്യുതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ്. ഈ രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി സൂക്ഷിച്ചു വെക്കാനും സംഭരിച്ചു വെക്കാനും ആവശ്യത്തിന് ഉപയോഗിക്കാനും കഴിയും എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. ഇന്നിപ്പോൾ നമുക്ക് ബാറ്ററി ഉപയോഗിക്കാത്ത ഒരു സംവിധാനവും ഇല്ല. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലും ബാറ്ററി ഉണ്ട്. ഇത് മോഡേൺ ഹൈ പെർഫോമൻസ് ലീഥിയം അയൺ ബാറ്ററിയാണ്. കാരണം ഇന്ന് ഉപയോഗിക്കുന്നത് സിങ്കും കോപ്പറും അല്ല, അതിന് പകരം ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റും അതുപോലെ ലിഥിയം മെറ്റൽ ഓക്സൈഡൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ ഇതാണ് അലസാൻഡ്രോ വോൾട്ടയെക്കുറിച്ചുള്ള ചരിത്രം. നമ്മൾ എന്നും പറയുന്ന ഒരു പേരാണ് അലസാൻഡ്രോ വോൾട്ട. ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി എന്നത് പ്രത്യേകം നമ്മൾ ഓർമ്മിച്ച് വെക്കണം. പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ അന്റോണിയൻ ലാവോസിയറിൻ്റെ പേരാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലാവോസിയർ. അദ്ദേഹം അറിയപ്പെടുന്നതിൻ്റെ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം എലമെൻറ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ് ഫസ്റ്റ് മോഡേൺ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഭാര സംരക്ഷണ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് മാറ്റർ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, അത് ഭാരം ഒരേപോലെയുള്ള ഭാരമാണെന്ന് ആ കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്നു. നമുക്ക് മാറ്റർ ഉണ്ടാക്കാനോ നശിപ്പിക്കാനൊന്നും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ലാവോസിയറാണ് ഓക്സിജന് ആ പേര് നൽകിയത്. ഓക്സിജൻ എന്ന വാതകം നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. കാൾ വില്യം ഷീലും അതുപോലെ ജോസഫ് പ്രിസ്റ്റി എല്ലാം ചേർന്ന് നേരത്തെ തന്നെ ഓക്സിജൻ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ആ വാതകത്തിന് ഓക്സിജൻ എന്ന പേര് നൽകിയ അദ്ദേഹമാണ്. പിന്നെ ലാവോസിയറെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ കെമിക്കൽ നോമൻക്ലേച്ചർ. അദ്ദേഹമാണ് ആധുനിക രാസനാമങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു യൂണിവേഴ്സലായ ഐക്യരൂപ്യമുള്ള രാസനാമങ്ങൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് വാട്ടർ എന്നതിന് ഇത് വരുന്നതിന് മുമ്പേ ലാവോസിയർ ഇങ്ങനെ ഒരു രാസനാമങ്ങൾക്ക് അതിന് പറയുന്നത് അദ്ദേഹം ഈ വെള്ളത്തിന് കൊടുത്ത പേര് ഓക്സൈഡ് ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ഇത് അദ്ദേഹം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പിരിറ്റ് ഓഫ് സാറ്റേൺ എന്നാണ് വാട്ടർ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഓരോ കാര്യങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര ലോകത്ത് വലിയൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി എന്നുള്ളതാണ് ലാവോസിയറിൻ്റെ പ്രത്യേകത. പിന്നെ അദ്ദേഹം ഡിസ്റ്റിങ്വിഷ്ഡ് ദ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അതുപോലെ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും വേർപെടുത്തിയത് ലാവോസിയറാണ്. പിന്നീട് ആറ്റോമിക് ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂലകങ്ങളെ പട്ടികയാക്കി നമുക്കറിയാം, പീരിയോഡിക് ടേബിളാക്കി മാറ്റിയതൊക്കെ പിന്നീട് മെൻ്റലിഫാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ ഫിസിക്സിൻ്റെ കാര്യത്തിലും അതുപോലെ കെമിസ്ട്രിയുടെ കാര്യത്തിലും. ഇനി അതുപോലെ നമ്മൾ ബയോളജിയുടെ കാര്യത്തിലേക്ക് കടന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാൾ ലിന്നേഴ്സ് ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നു ജന്തുക്കളെക്കുറിച്ച് സസ്യഹാരങ്ങളെക്കുറിച്ചെല്ലാം. ഇപ്പോൾ ഹോമോ സാപ്പിയൻസ് അദ്ദേഹം മനുഷ്യനെ വിളിച്ച പേരാണ്. അതുപോലെ ഒറൈസ സറ്റൈവ എന്ന് അരിയെ വിളിച്ചു. അതുപോലെ ഫെലിസ് കാറ്റസ് എന്നാണ് പൂച്ചയെ വിളിച്ചത്. ഇങ്ങനെയുള്ള പേരുകൾ അദ്ദേഹം
ഈ ലോകത്തിന് സംഭാവന ചെയ്തു. അങ്ങനെ ജീവജാലങ്ങളെല്ലാം ഒരു ശാസ്ത്രീയമായി ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം. അത് അദ്ദേഹം നേരത്തെ തന്നെ ചെയ്തതാണ്, പക്ഷേ ഈ കാലഘട്ടത്തിലാണ് അത് കൂടുതലും പ്രചാരത്തിലായെന്നുള്ളതാണ്. പിന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ലോകത്തിലെ മാനവരാശിക്ക് കിട്ടിയ ഏറ്റവും ഒരു നേട്ടം എന്ന് എനിക്ക് തോന്നുന്നത് എഡ്വേർഡ് ജെന്നർ സ്മോൾ പോക്സിന് പ്രതിരോധ വാക്സിൻ കണ്ടെത്തി എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണിയോളജി എന്നറിയപ്പെടുന്നത്. അത് എഡ്വേർഡ് ജെന്നറാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരാണ്. പിന്നീട് നമുക്കറിയാം ഒരുപാട് വാക്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. പോളിയോ വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട്. പോളിയോ വാക്സിൻ കണ്ടെത്തിയത് 1955 ജോനാസ് സാൽക്ക് ആണ് അത് കണ്ടെത്തിയത്. അതുപോലെ പിന്നീട് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായി കൊടുക്കാൻ പറ്റുന്ന ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തി പിന്നീട് അത് 1961 ആൽബർട്ട് സാബനാണ് ഈ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത്. പിന്നീട് നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾക്ക് അത് ഈ പോളിയോ ഈ ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പല രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. അത് ബയോളജിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ ഒരു നേട്ടമായി നമ്മൾ കാണണം. അങ്ങനെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഈ 18ാം നൂറ്റാണ്ട് അവസാന കാലഘട്ടം എന്ന് വിളിക്കാം. ഇനി ആസ്ട്രോണമിയെക്കുറിച്ച് പറഞ്ഞാൽ, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 1781 യുറാനസ് എന്ന ഗ്രഹം കണ്ടെത്തുന്നത് വില്യം ഹെർഷൽ യുറാനസ് എന്ന ഗ്രഹം കണ്ടെത്തിയത് നവഗ്രഹങ്ങളിലൊന്നാണ് യുറാനസ്. അത് കണ്ടെത്തിയത് 1781 അതിനുശേഷം 1846 ജോൺ ഗാലി നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം കണ്ടുപിടിക്കുന്നത്. അതുപോലെ ക്ലൈഡ് ടോംബിൾ എന്ന ശാസ്ത്രജ്ഞൻ 1930 പ്ലൂട്ടോ എന്ന നവഗ്രഹം കണ്ടുപിടിക്കുന്നത്. പ്ലൂട്ടോയെ നമ്മളിപ്പോൾ നവഗ്രഹത്തിൽ പെടുത്തുന്നില്ല. അതിന് നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം അതിൻ്റെ ഭ്രമണപഥത്തിൽ അതുകൂടാതെ മറ്റനേകം ചിതറിക്കിടക്കുന്ന വസ്തുക്കളുണ്ട്. അവയൊന്നും തള്ളി മാറ്റി പ്ലൂട്ടോയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നവഗ്രഹം എന്നതിൽ ഇപ്പം നമുക്ക് പ്ലൂട്ടോയെ പെടുത്തുന്നില്ല. 8 ഗ്രഹങ്ങൾ മാത്രമാണുള്ളത്. നമുക്കറിയാം പുരാതന കാലം മുതൽ തന്നെ, ഇപ്പം ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ പുരാണ കാലം മുതൽ തന്നെ അറിയപ്പെട്ടിരുന്നു മെർക്കുറി, മാർസ്, വീനസ്, ജൂപ്പിറ്റർ, സാറ്റേൺ മുതലായ ഗ്രഹങ്ങൾ. പിന്നെ ഭൂമി എന്ന ഗ്രഹത്തെക്കുറിച്ച് നമുക്കറിയാം. പിന്നെ യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും കണ്ടെത്തുന്നത് ഈ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിന് ശേഷമാണ് നമുക്കറിയാം. പിന്നെ എൻ്റെ വേറെ പ്രത്യേകത, യുറാനസ് എന്ന പേര് മാത്രമാണ് ഗ്രീക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ളത്. ബാക്കിയെല്ലാം റോമൻ ദേവതകളുമായി ബന്ധപ്പെട്ട പേരുകളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തായാലും യുറാനസ് കണ്ടെത്തിയത് ഈ 18ാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് നെപ്റ്റ്യൂണും പ്ലൂട്ടോയും കണ്ടെത്തുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നമ്മൾ പറയുന്നത് ജെയിംസ് ഹട്ടനെ കുറിച്ചാണ്. ജെയിംസ് ഹട്ടൺ എന്ന് പറയുന്നത് നമുക്ക് പറയാം ഫാദർ ഓഫ് മോഡേൺ ജിയോളജി, ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ്, ആധുനിക ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് നമുക്ക് ജെയിംസ് ഹട്ടനെ വിളിക്കാം. അദ്ദേഹമാണ് മോഡേൺ ജിയോളജിക്ക് അടിത്തറ പാകിയത്. അദ്ദേഹം യൂണിഫോർമിറ്റേറിയനിസം എന്ന തിയറി മുമ്പിലോട്ട് വെച്ചു. യൂണിഫോർമിറ്റേറിയനിസം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഷേപ്പിംഗ്, അതിന് പർവ്വതങ്ങളുണ്ട്, താഴ്വരകളുണ്ട്, സമതലങ്ങളുണ്ട്, ഇങ്ങനെയൊരു ഷേപ്പിംഗ് സംഭവിച്ചത് ഒരുപാട് കാലത്തെ വളരെ സ്ലോ ആയ നാച്ചുറൽ ഫിനോമിനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഭൂരൂപങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്നുണ്ടായതല്ല. കാരണം കറ്റാസ്ട്രോഫിസം എന്നറിയപ്പെടുന്ന മറ്റൊരു തിയറി ഉണ്ട് ജോർജസ് കൂവിയർ മുമ്പിലോട്ട് വെച്ചത്. അതിൽ ജോർജ് കൂവിയസ് പറയുന്നത് ഈ ഭൂമിക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ ഷേപ്പുകൾ ഉണ്ടായത്, പർവ്വതങ്ങളും മലകളൊക്കെ ഉണ്ടായത്, അതിന് കാരണം ഫ്ലഡ് പോലെയുള്ള അല്ലെങ്കിൽ എർത്ത് കൊയ്ക്ക് പോലെയുള്ള ഭൂകമ്പം പോലെയുള്ള പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് കറ്റാസ്ട്രോഫിസ് എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ആക്ടിവിറ്റീസാണ്. പക്ഷേ അങ്ങനെയുള്ളതല്ല, ഇതൊക്കെ വളരെ സാവകാശമുണ്ടാകുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് യൂണിഫോർമിറ്റേറിയനിസം പറയുന്നത്. പിന്നെ അദ്ദേഹം ഇതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രസൻറ്റ് ഈസ് ദ കീ ടു ദ പാസ്റ്റ് എന്നാണ്. പ്രസൻറ്റ് ഇന്നത്തെ ജിയോളജിക്കലായ ഒരു സംഭവം കണ്ട് നമുക്ക് ഭൂതകാലത്തിലേക്ക് പോകാം. ഇതൊക്കെ അവിടെ എത്രയോ വർഷങ്ങൾ മുമ്പ് സംഭവിച്ചു തന്നെയാണ് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. എവിടെയാണോ ഒരു ഫ്ലഡ് ഉണ്ടായത്, എവിടെയാണോ ഭൂകമ്പം ഉണ്ടായത്, അവിടെ തന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാകുന്നു. അതൊക്കെ കൃത്യമായ ടൈമിംഗ് നടക്കുന്ന കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നമുക്ക് നെപ്റ്റ്യൂണിസ്റ്റ് തിയറിയെക്കുറിച്ചും പ്ലൂട്ടോണിസ്റ്റ് തിയറിയെക്കുറിച്ചും ഒന്ന് പറയണം. പ്ലൂട്ടോണിസ്റ്റ് തിയറി മുമ്പിലോട്ട് വെച്ചത് ജെയിംസ് ഹട്ടനാണ്. നെപ്റ്റ്യൂണിസ്റ്റ് തിയറി മുമ്പിലോട്ട് വെച്ചത് എബ്രഹാം വെർണറാണ്. പ്ലൂട്ടോണിസ്റ്റ് തിയറി, പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാതാള ദേവതയാണ് പ്ലൂട്ടോ, അതുപോലെ സമുദ്ര ദേവതയാണ് നെപ്റ്റ്യൂൺ. പ്ലൂട്ടോണിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ജെയിംസ് ഹട്ടൺ പറയുന്നത് ഭൂമിക്കടിയിൽ
അതിഭയങ്കരമായ ചൂടാണ്. ആ ചൂടിൻ്റെ ഫലമായി ഉരുകിയൊലിക്കുന്ന ശിലകളാണ്, ദ്രവശിലകളാണ്, മാഗ്മ എന്നൊക്കെയാണ് നമ്മളതിനെ വിളിക്കുന്നത്. ആ ദ്രവശിലകൾ ഭൂമിയുടെ പുറത്തേക്ക് വന്നിട്ട് പല രൂപത്തിലുള്ള ബസാൾട്ടും മറ്റു ശിലകളുമായി മാറുന്നു. അങ്ങനെയുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അത് നിരന്തരമായി ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് സെഡിമെൻറ്റേഷനായാലും ഇറോഷനായാലും വോൾക്കാനിക് ഇറപ്ഷനായാലും അതുപോലെ എർത്ത്ക്വെയ്ക്കെല്ലാം ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് ഒരു പ്ലൂട്ടോണിസ്റ്റ് തിയറി, ഭൂമിക്കടിയിലുള്ള ഈ ഉരുകി ഒലിക്കുന്ന ദ്രാവശിലയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രക്രിയ ഉണ്ടാകുന്നത് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പ്ലൂട്ടോണിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ആ പ്ലൂട്ടോണിസ്റ്റ് തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ജെയിംസ് ഹട്ടൺ ആണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഇനി അതിനെതിരായിട്ടുള്ള വേറൊരു തിയറിയാണ് എബ്രഹാം വെർണറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ നെപ്റ്റ്യൂണിസ്റ്റ് തിയറി. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ സമുദ്രദേവതയാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് എല്ലാം സമുദ്രമായിരുന്നു എന്നും പിന്നീട് സമുദ്രം ചുരുങ്ങിയാണ് ഇന്നൊരു കാണുന്ന ശിലകൾക്കൊക്കെ രൂപമാറ്റം വന്ന് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഷേപ്പിംഗ് ഒക്കെ ഉണ്ടായതെന്നാണ് അതിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമി ഉണ്ടായത്. ജിയോളജിയുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ നമുക്കറിയാം പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. അതായത് കുറേ ഫലകങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ച് കിടക്കുന്നു. അവ അങ്ങോട്ടും ഇങ്ങോട്ടും വിപരീത ദിശയിലും അല്ലെങ്കിൽ സൈഡിലോട്ടും അതുപോലെ നേർക്കെ കൂട്ടിമുട്ടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എർത്ത്ക്വെയ്ക്കൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. മോഡേൺ ജിയോളജിയുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ കണ്ടുപിടിച്ചത് ജെയിംസ് ഹട്ടനാണ്. അതുകൊണ്ട് നമുക്ക് ജെയിംസ് ഹട്ടനെ മോഡേൺ ജിയോളജിയുടെ പിതാവ് എന്ന് വിളിക്കാം. ഇനി അവസാനമായി ഞാൻ പറഞ്ഞത് മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. കാൾ ഫ്രെഡറിക് ഗൗസ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ, ഗണിതശാസ്ത്രജ്ഞന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാത്തമാറ്റീഷ്യൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഹീ പുട്ട് ഫോർവേഡ് ദ നമ്പർ തിയറി ആൻഡ് ദ ഫണ്ടമെൻ്റലിസ്റ്റ് തിയറീസ് ഓഫ് ആൾജിബ്രയുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ തിയറീസും അതുപോലെ അദ്ദേഹം നമ്പർ തിയറി, പൂർണ്ണസംഖ്യകളെക്കുറിച്ച് തിയറിയൊക്കെ മുമ്പിലോട്ട് വെച്ചു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ ഈ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ രാജാവ് എന്നാണ്. ഈ രീതിയിൽ നമ്മൾ നോക്കിയാൽ ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യം ഒരുപാട് നേട്ടങ്ങളാണ്. ഭൗതികശാസ്ത്രമായാലും രസതന്ത്രമായാലും അതുപോലെ ജീവശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഭൂമിശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പുരോഗതികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്കിപ്പോൾ 18-ാം നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 നൂറ്റാണ്ടിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞത്. 1600 മുതൽ 1700 വരെയുള്ള കാലഘട്ടം 17-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സംഭവങ്ങൾ യൂറോപ്പിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഏഷ്യൻ ലാറ്റിൻ അമേരിക്കയിലും അന്നത്തെ കാലത്ത് ശാസ്ത്രീയ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ 1700 മുതൽ 1800 വരെയുള്ള 18-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെറിയ കുഞ്ഞു വീഡിയോകളായി പറഞ്ഞത്. ചരിത്രമെന്ന് പറയുന്നത് നമുക്കറിയാം, അതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ വളരെ ചുരുക്കി പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്നും വിട്ടുപോകാതെയാണ് നമ്മൾ കുഞ്ഞു വീഡിയോയിലായി പറയുന്നത്. ഈ വീഡിയോ കുറച്ച് ദീർഘിച്ചു പോയി എന്ന് എനിക്കറിയാം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ ഈ 18-ാം നൂറ്റാണ്ട് അവസാനിപ്പിക്കണം. നമ്മൾ അടുത്ത വീഡിയോയിൽ തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 1800 മുതൽ അങ്ങോട്ടുള്ള 1900 വരെയുള്ള 19-ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കും. 1947 ആകുമ്പോഴേക്കും അതുപോലെയുള്ള ചരിത്രം നമ്മൾ പൂർത്തിയാക്കും. പിന്നെയും പുറകോട്ട് പോകാനുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾസൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യണം. 1 to 395 ആർട്ടിക്കിൾസാണുള്ളത്. ഓരോ ആർട്ടിക്കിൾസിലും എന്തൊക്കെയാണ് പറയുന്നത്. ഈ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ലോ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഓരോ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ മുമ്പിലും ഹൈക്കോടതി മുമ്പിലൊക്കെ വന്ന കേസുകൾ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മുമ്പിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസൊക്കെ വരുന്നത്. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട കേസുകൾ, എന്തൊക്കെയാണ് ആ കേസുകളുടെ വിധികൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 1947 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ ഭരണഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയിലെ മെമ്പർ നേഷൻസിൻ്റെ ഒരുപാട് ഓരോ രാജ്യങ്ങളെക്കുറിച്ച് നമുക്കെടുത്ത് പരിശോധിക്കണം. അങ്ങനെ തീർച്ചയായും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എല്ലാം PSC പരീക്ഷ എഴുതുന്നവർക്കും KS IAS മറ്റ് PSC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരുപാട് ഗുണം കിട്ടും ഈ ഒരു വീഡിയോ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.